ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അയാൾക്ക് ശക്തമായ ദാഹം അനുഭവപ്പെട്ടു. അദ്ദേഹത്തിനൊരു കിണർ കാണാൻ സാധിച്ചു. അദ്ദേഹം ആ കിണറിൽ ഇറങ്ങി അദ്ദേഹം വെള്ളം കുടിച്ച് അദ്ദേഹത്തിൻ്റെ ദാഹം മാറ്റി സന്തോഷമായി. അങ്ങനെ അദ്ദേഹം വീണ്ടും കയറി ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവിടെ ചുറ്റുഭാഗത്ത് ഒരു നായ ദാഹം ശക്തമായി സഹിക്കാൻ പറ്റാതെ അവിടുത്തെ മണ്ണ് ഇങ്ങനെ നക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ജീവിയോട് കാരുണ്യം തോന്നി. അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് നേരത്തെ ഉണ്ടായതുപോലത്തെ വലിയ ദാഹം ഈ ജീവിക്ക് പിടിപെട്ടല്ലോ. അദ്ദേഹം വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷൂ ഊരിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വസ്തുവിൽ വെള്ളം എടുത്തുകൊണ്ട് വീണ്ടും കയറിയിട്ട് ആ നായക്ക് വെള്ളം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആ നായയുടെ ദാഹം മാറ്റിയ കാരണം കൊണ്ട്, അതിനോട് കാരുണ്യം കാണിച്ചതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ വെള്ളം കൊടുത്താൽ അതിലൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട്, കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കരളുള്ള എല്ലാറ്റിലും, പച്ച കരളുള്ള എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉള്ള ജീവജാലങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ശക്തമായ ചൂട് വന്നു. പക്ഷികളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിലുണ്ട്. അരുവികളിലും നദികളിലും ഒക്കെ വെള്ളം വറ്റിപ്പോയ സന്ദർഭമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ, കോൺക്രീറ്റ് വീടുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ മേലെ ഒരുപാട് സൗകര്യങ്ങളുണ്ടാകും. അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ പക്ഷികളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് കുടിച്ച് ദാഹം മാറ്റിയാൽ, അതിനോടൊരു കാരുണ്യം കാണിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ കാരണം കൊണ്ട് പുറത്തു തരികയും അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.